ഞാനൊന്ന് സെയ്ഫുനിസ അലിയാറിലേക്ക് കൂടി പോവുകയാണ്. സെയ്ഫുനിസ, ഇപ്പോൾ ലെവിനും സംഘവും, ലെവിൻ ഏറ്റവും മുൻപിലാണുള്ളത്, അവർ നടുവിലാൽ പിന്നിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. സെയ്ഫുനിസയും സംഘവും എവിടെ എത്തി? പാറമേക്കാവ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത പോയിന്റിലേക്ക്, നടുവിനാൽ പോയിന്റിലേക്ക് എത്താൻ പോവുകയാണ്. അതിന് മുൻപാണ് ഇപ്പോഴുള്ള ക്രമീകരണങ്ങളൊക്കെ വരുത്തുകയാണ്. കൂടുതൽ സ്പേസ് കൊടുത്ത് പുലിക്ക് നന്നായി കളിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഒരുക്കുകയാണ്. നമുക്ക് കാണാം ഇവിടെ നിന്നുള്ള ലൈറ്റ്, ഇപ്പോൾ ഈ വിയ്യൂരിന്റെ സ്വന്തം നിലയിലൊരു ലൈറ്റ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. സൂര്യന് വെളിച്ചം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ കൂടുതലായി ഈ ലൈറ്റ് ഇവരുടെ ദേഹത്തേക്ക് അടിക്കുമ്പോൾ എത്രത്തോളം മനോഹരമാണ് ഇവരുടെ ദേഹത്ത് വരച്ചിരിക്കുന്ന ഓരോ വരകളും എടുത്തു കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഒരു കുട്ടിപ്പുലിയെ നോക്കൂ, ഒരു കുട്ടിപ്പുലി അവിടെ അടിപൊളി ഒരു കുട്ടിപ്പുലി. എന്താ കുട്ടിപ്പുലിയുടെ പേര്? കുട്ടിപ്പുലി. അങ്ങനെ ഓരോ കുട്ടിപ്പുലികളും ഇവിടെ ഉണ്ട്. അത് എത്ര മനോഹരമാണെന്ന് നോക്കൂ. നമുക്ക് അങ്ങ് അകലെ അവരുടെ ഒരു ടാബ്ലോ കാണാം. അവിടെ കരിമ്പുലിയുണ്ട്. ആ കരിമ്പുലിയുടെ ദേഹം നോക്കൂ, ഫ്ലൂറസെന്റ് കളറായിട്ട് അതൊരു തിളങ്ങുകയാണ്. അതിന്റെ നാവൊക്കെ കിടന്ന് തിളങ്ങുന്നുണ്ട്. നല്ല ചോര ചുമപ്പായിട്ട് തിളങ്ങുകയാണ്. എത്ര മനോഹരമാണ് നോക്കൂ, എത്ര മനോഹരം. അതാണ് കരിമ്പുലി, അതാണ് ഇവരുടെ സ്റ്റാർ. ആ സ്റ്റാറിനെ ഇങ്ങനെ അവര് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. ഈ കരിമ്പുലിക്ക് മുന്നോടിയായിട്ടാണ് ഈ പുലികൾ മുഴുവൻ ചുവട് വെച്ച് വരുന്നത്. നോക്കൂ, എത്ര മനോഹരമായിട്ട് ചൂട് വയ്ക്കുന്നു, എത്ര ഭംഗിയായി ചൂട് വയ്ക്കുന്നു. ഇതേ ഒരു മെയ്വഴക്കം, ഇവരുടെ ഈ ഓരോ എഴുത്തും കൃത്യമായി കാണുന്ന രീതിയിലുള്ള ചൂടുവെപ്പ്, ഓരോ ഭംഗിയും, അതായത് ആ പുലിയുടെ ഗർവ് എത്രത്തോളമാണ് എന്നുള്ളത് കാണുന്ന രീതിയിലാണ് ഇവർ ഓരോ ചുവടും വെക്കുന്നത്. ആ ചുവടിന് തന്നെ പ്രത്യേക താളമുണ്ട്. സാധാരണ മേളത്തിന്റെ താളമല്ല, അത് പുലിത്താളമാണ്. ആ പുലിത്താളത്തിനൊന്നാണ് അവർ അരമണിക്കിലുക്കി ഇവർ ആടുന്നത്. ഇപ്പോൾ മാർക്കിംഗ് പോയിന്റ് എത്ര? ഇതാ കരിമ്പുലി കണ്ടോ, ഇതാണ് വിയ്യൂരിന്റെ മറ്റൊരു സസ്പെൻസ് ആയിരുന്നു. ഇത് കണ്ട, അടുത്ത പോയിന്റ് എത്തിയപ്പോഴേക്കും അവർ കരിമ്പുലിയെ മുമ്പിലേക്ക് ഇറക്കിയിരിക്കുന്നു. പിന്നിലായിരുന്ന കരിമ്പുലിയെ മുൻപിലേക്ക് ഇറക്കിയിരിക്കുന്നു. ആ വലിയ തേറ്റപ്പല്ലുകൾ കണ്ടില്ലേ, അവരുടെ തേറ്റപ്പല്ലുകളാണ് ഇത്തവണത്തെ വിയ്യൂരിന്റെ ട്രേഡ് മാർക്ക്. ഇത്തവണത്തെ അവരുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ആ വലിയ തേറ്റപ്പല്ലുകളാണ്. ആ തേറ്റപ്പുല്ലുകൾ നോക്കൂ, കരിമ്പുലി. മുൻപിലും പിന്നിലും മുഖമുള്ള പുലി. അത് ഇത്തവണത്തെ ഇവരുടെ ഒരു സർപ്രൈസ് ഐറ്റമാണ്. മുൻപിലും ഒരു പുലിമുഖം, പിന്നിലും ഒരു പുലിമുഖം. അങ്ങനെ ഒരു സർപ്രൈസ് ഐറ്റമാണ് ഇത്തവണയുള്ളത്. വലിയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ എന്നുള്ളതായിരിക്കാം ആ പ്ലോട്ടിന്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ട്രാഷ് ക്യാനിന്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പി പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ കാണാം. അപ്പുറത്ത് മഹാത്മാഗാന്ധിയെ കാണാം. മറുഭാഗത്ത് എനിക്ക് തോന്നുന്നു അതൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് തോന്നുന്നു. നടുവിൽ രണ്ടുപേർ നിൽക്കുന്നത് കാണാം. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ എന്നുള്ള സന്ദേശമാണ് ആ പ്ലോട്ട് പങ്കുവെക്കുന്നതെന്നാണ് കരുതുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ചിന്തകൾ ഉൾപ്പെടെ പങ്കുവെക്കുന്ന പ്ലോട്ടുകളാൽ സമ്പന്നമാണ് ആ പുലികളി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇത്തവണയും അതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പുലിയാട്ടത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.